സമ്മിശ്ര കൃഷിയിൽ വിജയഗാഥ തീർത്ത ഒരു കുടുംബം പാലക്കാട് കഞ്ചിക്കോട് കൊട്ടിൽപ്പാറ സ്വദേശിയായ അരുൾ ജോസഫും കുടുംബവും ഓണവിപണിയിൽ നേട്ടം കൊയ്യാമെന്ന പ്രതീക്ഷയിലാണ്. അതേസമയം മഴ കുറഞ്ഞത് കൃഷിയെ ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട്. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ചകളാണ് അരുൾ ജോസഫിന്റെ കൃഷിയിടത്തിലെത്തിയാൽ. പാലക്കാട് കഞ്ചിക്കോട് കൊട്ടിൽപ്പാറയിലെ വീടിനോട് ചേർന്നാണ് കൃഷിയിടം. അരുൾ ജോസഫിനൊപ്പം മക്കളും മരുമക്കളും പേരക്കുട്ടികളും കൃഷിയിടത്തിലുണ്ടാകും. ഒരു കുടുംബത്തിന്റെ വിജയം കൂടിയാണ് ഈ സമ്മിശ്ര കൃഷി. 7.5 ഏക്കറിൽ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് പടവലവും പാവക്കയും പീച്ചിങ്ങയും പയറുമെല്ലാം. ഇത്തവണത്തെ ഓണത്തിന് വിളവെടുക്കാനായാണ് പച്ചക്കറികൾ നട്ടത്. ഇവിടെ വന്നിട്ടിപ്പോൾ പയറുണ്ട്, പാവല്, പീച്ചങ്ങ, അതേ ഉള്ളു നിലവിലുള്ളത്. എന്തായാലും നമുക്കിത് ഓണത്തിൻ്റെ ഇതാക്കിയിട്ട് നമ്മൾ പച്ചക്കറി ഇട്ടതാണ്. ഈ കൊല്ലം ഇതുവരെ ഒരു വിധം കുഴപ്പമില്ല, വിലകളൊന്നും നന്നായിട്ട് തന്നെ ഉണ്ട്. ഓണത്തിന് വില ഇപ്പോൾ ഇരിക്കുന്നതിനെക്കാട്ടി ഓണത്തിന് വില കൂടണമല്ല പച്ചക്കറിക്ക്, അതിനുള്ള പ്രതീക്ഷയുണ്ട്. 1985 അരുൾ ജോസഫ് കൃഷി ആരംഭിച്ചത്. അച്ഛന്റെ പാരമ്പര്യം പിന്തുടരുകയാണ് മക്കളായ മാർട്ടിൻ ഷിബുവും കുളന്തൈ രാജും, ഒപ്പം ഇവരുടെ ഭാര്യമാരും. ആവശ്യത്തിന് മഴ ലഭിക്കാത്തതിൽ കുടുംബത്തിന് ആശങ്കയുണ്ട്. കൃഷിക്കാവശ്യമായ വെള്ളം കിട്ടാത്തതിനൊപ്പം വളങ്ങൾ ലഭിക്കാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. മഴ കുറവാണ്, വേനൽ സമയത്ത് ഒരുപാട് മഴ കുറവ്, വെള്ളം ഒരുപാട് ബുദ്ധിമുട്ടാണ് വെള്ളത്തിൻ്റെ. ഓണത്തിന് വരെ ഇങ്ങനെ മഴയില്ലാണ്ട് പോയാൽ കുറച്ച് നല്ല ബുദ്ധിമുട്ടാകും. പിന്നെ അതൊന്ന്, പിന്നെ രണ്ടാമത്തെ വളത്തിൻ്റെ വിലയൊക്കെ ഒരുപാട് കൂടി, നമ്മൾ ചോദിക്കുന്ന വളം കിട്ടണമില്ല. അവർ തരുന്ന വളം തന്നെ നമ്മൾ വാങ്ങിക്കേണ്ടതായിരിക്കും. അതുകൊണ്ട് അതും കുറച്ച് നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് എല്ലാം. പച്ചക്കറികൾക്കൊപ്പം വാഴയും തെങ്ങും കവുങ്ങും കൃഷിയിടത്തിലുണ്ട്. ആടിനെയും പശുവിനെയും കോഴിയെയും ഇവർ വളർത്തുന്നുണ്ട്. ഇവയുടെ കാഷ്ടങ്ങളും കൃഷിക്ക് വളമാക്കി ഉപയോഗിക്കും. കാട്ടുപന്നിയും മയിലും ഉൾപ്പെടെയുള്ള വന്യജീവി ശല്യമുള്ള സ്ഥലത്ത് ഇതിനെയെല്ലാം പ്രതിരോധിച്ചാണ് കൃഷി ചെയ്യുന്നത്. ക്യാമറമാൻ രമേശ് റാമിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം, പാലക്കാട്.